നിത്തൂസ് PSC ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് മനഃശാസ്ത്ര ശാഖകൾ. 2 മനഃശാസ്ത്ര ശാഖകളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കേവല മനഃശാസ്ത്രം, പ്യുവർ സൈക്കോളജി. രണ്ടാമത്തെ പ്രയുക്ത മനഃശാസ്ത്രം, അപ്ലൈഡ് സൈക്കോളജി. കേവല മനഃശാസ്ത്രം തിയററ്റിക്കൽ സയൻസ് ആണ്. പ്രയുക്ത മനഃശാസ്ത്രം പ്രാക്ടിക്കൽ സയൻസ് ആണ്. കേവല മനഃശാസ്ത്രത്തിൻ്റെ ലക്ഷ്യം മനുഷ്യൻ്റെ അറിവിൻ്റെ വികസനം. എന്താണ് കേവല മനഃശാസ്ത്രത്തിൻ്റെ ലക്ഷ്യം? എന്താണ്? മനുഷ്യൻ്റെ അറിവിൻ്റെ വികസനം. പ്രയുക്ത മനഃശാസ്ത്രത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് നോക്കൂ. മനുഷ്യ ജീവിതത്തിൻ്റെ അവസ്ഥകളുടെ വികസനം. പ്രയുക്ത മനഃശാസ്ത്രത്തിൻ്റെ ലക്ഷ്യം മനുഷ്യ ജീവിതത്തിൻ്റെ അവസ്ഥകളുടെ വികസനം. കേവല മനഃശാസ്ത്രത്തിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നതെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ സാമൂഹ്യ മനഃശാസ്ത്രം, സോഷ്യൽ സൈക്കോളജി. രണ്ടാമത്തെ സാമാന്യ മനഃശാസ്ത്രം, ജനറൽ സൈക്കോളജി. മൂന്നാമത്തെ അപസാമാന്യ മനഃശാസ്ത്രം, അബ്നോർമൽ സൈക്കോളജി. അപ്പോൾ ഈ 3 ഇപ്പം തന്നെ പഠിച്ചു വയ്ക്കുക. സാമൂഹ്യ മനഃശാസ്ത്രം, സാമാന്യ മനഃശാസ്ത്രം, അപസാമാന്യ മനഃശാസ്ത്രം. കഴിഞ്ഞിട്ടില്ല. അടുത്തത് ശിശു മനഃശാസ്ത്രം, ചൈൽഡ് സൈക്കോളജി. ശാരീരിക മനഃശാസ്ത്രം, ഫിസിയോളജിക്കൽ സൈക്കോളജി. താരതമ്യ മനഃശാസ്ത്രം, കമ്പാരിറ്റീവ് സൈക്കോളജി. അപ്പോൾ അടുത്ത 3 ഒരുമിച്ച് പഠിച്ചു വയ്ക്കുക. ശിശു, ശാരീരികം, താരതമ്യം. ശിശു മനഃശാസ്ത്രം, ശാരീരിക മനഃശാസ്ത്രം, താരതമ്യ മനഃശാസ്ത്രം. അടുത്തത് പാരമ്പര്യ മനഃശാസ്ത്രം, ജനറ്റിക് സൈക്കോളജി. പരിസര മനഃശാസ്ത്രം, എൻവയോൺമെൻ്റൽ സൈക്കോളജി. പരീക്ഷണ മനഃശാസ്ത്രം, എക്സ്പെരിമെൻ്റൽ സൈക്കോളജി. പാരാസൈക്കോളജി. ഇത് 4 ഇതുപോലെ ഈ ഓർഡറിൽ തന്നെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഓർത്ത് വയ്ക്കുക എളുപ്പത്തിലുള്ള ഒരു ഓർഡറാണ് ഞാൻ അറേഞ്ച് ചെയ്തിട്ടേക്കണത്. നോക്കൂ. പാരമ്പര്യ മനഃശാസ്ത്രം, പരിസര മനഃശാസ്ത്രം, പരീക്ഷണ മനഃശാസ്ത്രം, പാരാസൈക്കോളജി. സ്റ്റാർട്ടിംഗ് വേർഡൊക്കെ ഒരുപോലെ ഉണ്ട് ഏകദേശം അല്ലേ? പാരമ്പര്യം, പരിസരം, പരീക്ഷണം, പാര. പാരമ്പര്യ മനഃശാസ്ത്രം, പരിസര മനഃശാസ്ത്രം, പരീക്ഷണ മനഃശാസ്ത്രം, പാരാസൈക്കോളജി. ഇനി ലാസ്റ്റ് 2 കൂടിയുണ്ട്. ആജീവനാന്ത വികസന മനഃശാസ്ത്രം, ആജീവനാന്ത വികസന മനഃശാസ്ത്രം, ലൈഫ് സ്പാൻ ആൻഡ് ഡെവലപ്മെൻ്റൽ സൈക്കോളജി. ലാസ്റ്റ് 1 നാഡീ മനഃശാസ്ത്രം, ന്യൂറോ സൈക്കോളജി. ഇത്രയാണ് കേവല മനഃശാസ്ത്രത്തിൽ ഉൾപ്പെടുന്ന മേഖലകൾ. ഇനി പ്രയുക്ത മനഃശാസ്ത്രത്തിൽ ഉൾപ്പെടുന്ന മേഖലകൾ നോക്കാം. അത് ഇത്രയില്ല, നമുക്കൊരു 7 ഓർത്ത് വയ്ക്കാനുണ്ട്. ഒന്നാമത്തെ വിദ്യാഭ്യാസ മനഃശാസ്ത്രം. അപ്ലൈഡ് സൈക്കോളജി പറയുന്നത് പ്രയുക്ത മനഃശാസ്ത്രത്തിൻ്റെ ഇംഗ്ലീഷിലുള്ള വേർഡാണ് അപ്ലൈഡ് സൈക്കോളജി. അപ്പം അതിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങൾ നോക്കാം. പ്രയുക്ത മനഃശാസ്ത്രത്തിൽ ഉൾപ്പെടുന്നത് ഒന്നാമത്തെ വിദ്യാഭ്യാസ മനഃശാസ്ത്രം, എഡ്യൂക്കേഷണൽ സൈക്കോളജി. വ്യവസായ മനഃശാസ്ത്രം, ഇൻഡസ്ട്രിയൽ സൈക്കോളജി. സൈനിക മനഃശാസ്ത്രം, മിലിറ്ററി സൈക്കോളജി. ഇവിടെയൊക്കെ എന്താ പറയുക, അപ്ലിക്കേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഈ മനഃശാസ്ത്രത്തിൻ്റെ അപ്ലിക്കേഷനാണ് ഈ മേഖലകളിൽ ഉള്ളത്. അതാണ് ഈ അപ്ലൈഡ് സൈക്കോളജി എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഇപ്പോൾ ഈ 3 ഒന്നുകൂടി പറയാം. വിദ്യാഭ്യാസ മനഃശാസ്ത്രം, വ്യവസായ മനഃശാസ്ത്രം, സൈനിക മനഃശാസ്ത്രം. ചില ബുക്കിൽ മിലിറ്ററി മനഃശാസ്ത്രം തന്നെ എഴുതിയിട്ടുണ്ടാവും, ശ്രദ്ധിക്കുക. അടുത്തത് നൈദാനിക മനഃശാസ്ത്രം. അല്ലെങ്കിൽ ചില ബുക്കിൽ നിങ്ങൾ ചികിത്സ മനഃശാസ്ത്രം എന്ന് കാണാം, അല്ലെങ്കിൽ ക്ലിനിക്കൽ മനഃശാസ്ത്രം എന്ന് എഴുതിയിട്ടുണ്ടാവണം. ഇതൊക്കെ ഒന്ന് തന്നെയാണ്. നൈദാനിക മനഃശാസ്ത്രം എന്നും കൂടി ഓർത്ത് വയ്ക്കുക. അത് ക്ലിനിക്കൽ സൈക്കോളജി, നൈദാനിക മനഃശാസ്ത്രം. ക്ലിനിക്കൽ കഴിഞ്ഞാൽ പിന്നത്തെ ക്രിമിനലാണ്. അപ്പോൾ ആ ഒരു ഓർഡറിൽ പഠിച്ചു വയ്ക്കുക. ക്രിമിനൽ മനഃശാസ്ത്രം അങ്ങനെ തന്നെ അത് പറയണുള്ളൂ. ക്രിമിനൽ അല്ലെങ്കിൽ കുറ്റകൃത്യ മനഃശാസ്ത്രം എന്നൊക്കെ ഓർത്ത് വെച്ചോളൂ കേട്ടോ. ക്രിമിനൽ മനഃശാസ്ത്രം അല്ലെങ്കിൽ കുറ്റകൃത്യ മനഃശാസ്ത്രം. അടുത്തത് നിയമ മനഃശാസ്ത്രം, ലീഗൽ സൈക്കോളജി. ഒരെണ്ണം കൂടിയുണ്ട്, കായിക മനഃശാസ്ത്രം, സ്പോർട്സ് സൈക്കോളജി. അപ്പോൾ ഒന്നുകൂടി ആവർത്തിക്കാം. പ്രയുക്ത മനഃശാസ്ത്രം 7 ഓർത്ത് വയ്ക്കുക. ഒന്നാമത്തെ വിദ്യാഭ്യാസ മനഃശാസ്ത്രം, എഡ്യൂക്കേഷണൽ സൈക്കോളജി. രണ്ടാമത്തെ വ്യവസായ മനഃശാസ്ത്രം, ഇൻഡസ്ട്രിയൽ സൈക്കോളജി. മൂന്നാമത്തെ സൈനിക മനഃശാസ്ത്രം, മിലിറ്ററി സൈക്കോളജി. നാലാമത്തെ
നൈദാനിക മനഃശാസ്ത്രം, ക്ലിനിക്കൽ സൈക്കോളജി. 5-മത്തെ ക്രിമിനൽ മനഃശാസ്ത്രം അല്ലെങ്കിൽ കുറ്റകൃത്യ മനഃശാസ്ത്രം, ക്രിമിനൽ സൈക്കോളജി തന്നെയാണത്. 6-മത്തെ നിയമ മനഃശാസ്ത്രം, ലീഗൽ സൈക്കോളജി. 7-മത്തെ കായിക മനഃശാസ്ത്രം, സ്പോർട്സ് സൈക്കോളജി. ഇവിടെയൊക്കെ ഈ ഒരു മേഖലകളിൽ, ഈ എല്ലാ മേഖലകളിലും മനഃശാസ്ത്രത്തിൻ്റെ ഒരു അപ്ലിക്കേഷനാണ് കാണാൻ പറ്റുക. അപ്പോൾ ഇത് അപ്ലൈഡ് സൈക്കോളജിയാണ് ഈ ഒരു ഭാഗം വായിച്ചത്. അപ്പോൾ കേവല മനഃശാസ്ത്രം 12ഓളം ഭാഗങ്ങൾ ഓർത്ത് വെക്കാനുണ്ട്. പ്രയുക്ത മനഃശാസ്ത്രത്തിൽ 7 ഭാഗങ്ങൾ ഓർത്ത് വെക്കാനുണ്ട്. ഇനി ഇതിൽ ചില ബുക്കിൽ നിങ്ങൾക്ക് ഈ ന്യൂറോ സൈക്കോളജി, അതുപോലെ തന്നെ പാരമ്പര്യ മനഃശാസ്ത്രം, ഇത് ചില ബുക്കിൽ കൊടുത്തിട്ടുണ്ടാവില്ല. പക്ഷെ ഇതിൽ ഏതാണ് ഉൾപ്പെടുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളൂ. പാരമ്പര്യം മനഃശാസ്ത്രവും ന്യൂറോ മനഃശാസ്ത്രവും കേവല മനഃശാസ്ത്രത്തിലാണ് ഉൾപ്പെടുന്നത് കേട്ടോ, തെറ്റിക്കരുത്. പാരമ്പര്യ മനഃശാസ്ത്രം, അതുപോലെ ന്യൂറോ മനഃശാസ്ത്രം, അത് ചില ബുക്കിൽ ഉണ്ടാവില്ല, ചില ബുക്കിലുണ്ടാവും. അത് കേവല മനഃശാസ്ത്രത്തിലാണ് ഉൾപ്പെടുന്നത്. ഇനി എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്ന രീതി ഒന്ന് നോക്കാം. ഈ ഒരു മേഖലയിൽ നിന്ന് LP 2017 ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ശ്രദ്ധിക്കുക. പ്രയുക്ത മനഃശാസ്ത്ര ശാഖയിൽ പെടാത്തത് ഏത്? അപ്ലൈഡ് സൈക്കോളജിയിൽ പെടാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് വായിക്കാം. വിദ്യാഭ്യാസ മനഃശാസ്ത്രം, അപസാമാന്യ മനഃശാസ്ത്രം, ചികിത്സാ മനഃശാസ്ത്രം, കുറ്റകൃത്യ മനഃശാസ്ത്രം. അപ്പോൾ പ്രയുക്ത മനഃശാസ്ത്ര ശാഖയിൽ പെടാത്തത് ഏതാണ്? പെടുന്നത് ഏതാണെന്ന് മനസ്സിലായി അല്ലേ? അപ്ലൈ ചെയ്യുമ്പോൾ വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൽ അപ്ലൈ ചെയ്യാറുണ്ട് മനഃശാസ്ത്രം അല്ലേ? അതുപോലെ ചികിത്സാ രംഗത്ത് അപ്ലൈ ചെയ്യാറുണ്ട്, കുറ്റകൃത്യം അല്ലേ? അവിടെയൊക്കെ നമ്മൾ ഈ ഒരു അപ്ലിക്കേഷൻ വരുന്നതാണ് ഈ മനഃശാസ്ത്രത്തിൻ്റെ. അപ്പോൾ അപസാമാന്യ മനഃശാസ്ത്രം എന്ന് പറയുന്നത് എന്താണ്? അത് അബ്നോർമൽ സൈക്കോളജി അല്ലേ? അപസാമാന്യ മനഃശാസ്ത്രം അത് കേവല മനഃശാസ്ത്രത്തിലാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ആൻസർ എന്താ വരുന്നത്? അപസാമാന്യ മനഃശാസ്ത്രം. അതായത് പ്രയുക്ത മനഃശാസ്ത്രത്തിൽ പെടാത്തതാണ് അപസാമാന്യ മനഃശാസ്ത്രം. ഓപ്ഷൻ തന്നതിൽ അപസാമാന്യ മനഃശാസ്ത്രമാണ് ആൻസർ വരിക. അപ്പോൾ ഈ ഒരു മോഡലാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പോൾ കേവല മനഃശാസ്ത്രത്തിൽ ഉൾപ്പെടുന്ന മേഖലകൾ നമുക്ക് അറിയണം. അതുപോലെ പ്രയുക്ത മനഃശാസ്ത്രത്തിൽ ഉൾപ്പെടുന്ന മേഖലകളും വേർതിരിച്ചറിയാൻ സാധിക്കണം. ആ ഒരു മോഡലാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഇനി ഓരോന്നും എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ മനസ്സിലാക്കി തരാം. കേവല മനഃശാസ്ത്രത്തിൽ 12ഓളം ഭാഗങ്ങൾ വായിച്ചു കഴിഞ്ഞു. അത് ഓരോന്നും എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കേട്ടോളൂ. കേവല മനഃശാസ്ത്രം 1-മത്തെ എന്തായിരുന്നു? അതിലുൾപ്പെടുന്ന ഒരു മനഃശാസ്ത്രമാണ് ഏത്? സാമൂഹിക മനഃശാസ്ത്രം. ആദ്യത്തെ എന്ന് വെച്ചാൽ സാമൂഹ്യ ബന്ധങ്ങൾ, സാമൂഹ്യ വ്യവഹാരങ്ങൾ, സാമൂഹ്യ വികാസം, സാമൂഹ്യ വികാസത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്നിവ വിശദീകരിക്കുന്ന മനഃശാസ്ത്ര ശാഖ. എല്ലാത്തിലും സാമൂഹ്യ എന്ന് ഇറങ്ങിയിട്ട് വരുന്നുണ്ട് അല്ലേ? അപ്പോൾ ഓർത്ത് വയ്ക്കുക എളുപ്പമാണ്. സാമൂഹ്യ ബന്ധങ്ങൾ, സാമൂഹ്യ വ്യവഹാരങ്ങൾ, സാമൂഹ്യ വികാസം, സാമൂഹ്യ വികാസത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്നിവ വിശദീകരിക്കുന്ന മനഃശാസ്ത്ര ശാഖ ഏത് എന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻ വരാം അല്ലേ? അത് ഈ കേവല മനഃശാസ്ത്രത്തിൽ ഉൾപ്പെടുന്ന സാമൂഹിക മനഃശാസ്ത്രമാണ്. അടുത്തത് സാമാന്യ മനഃശാസ്ത്രം എന്താന്ന് നോക്കാം. ബുദ്ധി, ചിന്ത, ഭാവന, പഠനം, ഓർമ്മ, വികാരങ്ങൾ, അനുഭൂതി, നാഡീവ്യവസ്ഥ. നമ്മൾ ആ ന്യൂറോ സൈക്കോളജി എന്നൊക്കെ പറഞ്ഞല്ലോ, ചില ബുക്കിൽ അതുകൊണ്ടായിരിക്കാം അത് കാണാൻ കഴിയാത്തത്. അത് ഓൾറെഡി സാമാന്യ മനഃശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ന്യൂറോ സൈക്കോളജി കേവല മനഃശാസ്ത്രത്തിൽ തന്നെയാണ് വരുന്നത് കേട്ടോ, കൺഫ്യൂഷൻ വേണ്ട. സാമാന്യ മനഃശാസ്ത്രം ഒന്നുകൂടി പറയാം, നോക്കൂ. ബുദ്ധി, ചിന്ത, ഭാവന, പഠനം, ഓർമ്മ, വികാരങ്ങൾ, അനുഭൂതി, നാഡീവ്യവസ്ഥ തുടങ്ങിയവ ഇവിടെ പഠനവിധേയമാകുന്നു ഈ ഒരു മനഃശാസ്ത്രത്തിൽ. അടുത്തതിലോട്ട് പോവാം. അപസാമാന്യ മനഃശാസ്ത്രം, അബ്നോർമൽ അല്ലേ? അസാധാരണമായ പെരുമാറ്റം. അസാധാരണമായ പെരുമാറ്റമുള്ള വ്യക്തികളെ കുറിച്ചാണ് ഇവിടെ പഠനം നടത്തുന്നത്. അത്രയും മനസ്സിലാക്കുക. അടുത്തത് ശിശു മനഃശാസ്ത്രം. അതിലെന്തൊക്കെയാണ് ഉൾപ്പെടുന്നത് എന്ന് നോക്കാം അല്ലേ? കുട്ടികളുടെ മാനസികാവസ്ഥ, മാതാപിതാക്കളുടെ സ്വാധീനം, കുടുംബ ബന്ധങ്ങൾ, പാരമ്പര്യം, കുട്ടികളുടെ ബുദ്ധിപരവും വൈകാരികവുമായ വികാസം തുടങ്ങിയവ പഠനവിധേയമാക്കുന്ന ശാസ്ത്രശാഖ ഏതാണെന്ന് ചോദിച്ചാൽ
എങ്ങനെ പറയാൻ നമുക്കറിയണം? അത് ശിശു മനഃശാസ്ത്രമാണെന്ന് പറയാൻ അറിയണം. ശിശു മനഃശാസ്ത്രം എന്ന് പറയുന്നത് കേവല മനഃശാസ്ത്രത്തിൽ ഉൾപ്പെട്ട മനഃശാസ്ത്രമാണ്. എന്തൊക്കെയാണ് ശിശു മനഃശാസ്ത്രത്തിൽ ഉൾപ്പെടുന്നത്? കുട്ടികളുടെ മാനസികാവസ്ഥ, മാതാപിതാക്കളുടെ സ്വാധീനം, കുടുംബ ബന്ധങ്ങൾ, പാരമ്പര്യം, കുട്ടികളുടെ ബുദ്ധിപരവും വൈകാരികവുമായ വികാസം എന്നിവയൊക്കെയാണെന്ന് ഇവിടുത്തെ പഠന വിഷയം. അടുത്തത് ശാരീരിക മനഃശാസ്ത്രം. അവിടെ ശ്രദ്ധിക്കൂ, ശരീരഘടനയിലെ വ്യത്യാസങ്ങൾ, അതുപോലെ ഗ്രന്ഥികളുടെ പ്രവർത്തനം, പെരുമാറ്റത്തെ ബാധിക്കുന്നത് എങ്ങനെയെന്ന് പഠിക്കുന്ന ശാഖ. അപ്പോൾ ശരീരഘടനയിലെ വ്യത്യാസങ്ങൾ, ഗ്രന്ഥികളുടെ പ്രവർത്തനം, പെരുമാറ്റത്തെ ബാധിക്കുന്നത് എങ്ങനെയെന്ന് പഠിക്കുന്ന ശാഖയാണ് ഏത്? ശാരീരിക മനഃശാസ്ത്രം. അടുത്തത് താരതമ്യ മനഃശാസ്ത്രം. കമ്പാരിസൺ ചെയ്യാം അല്ലേ? മനുഷ്യരുടെയും മൃഗങ്ങളുടെയും പെരുമാറ്റങ്ങളിലെ വ്യത്യാസങ്ങൾ പഠിക്കുന്ന ശാഖ. അത് താരതമ്യം ചെയ്ത് പഠിക്കുന്നു അല്ലേ? മനുഷ്യരുടെയും മൃഗങ്ങളുടെയും പെരുമാറ്റങ്ങളിലെ വ്യത്യാസങ്ങൾ പഠിക്കുന്ന ശാഖയാണ് താരതമ്യ മനഃശാസ്ത്രം. അടുത്തത് പാരമ്പര്യ മനഃശാസ്ത്രം എന്ന് വെച്ചാൽ ഒരു വ്യക്തിയുടെ ജനനം മുതൽ ഓരോ ഘട്ടത്തിലുള്ള വളർച്ചയുടെ സ്വഭാവം, അതുപോലെ പെരുമാറ്റ രീതികൾ എന്നിവ ഈ മനഃശാസ്ത്രത്തിൻ്റെ വിഷയങ്ങളാണ്. പാരമ്പര്യ മനഃശാസ്ത്രം നോക്കൂ, ഒരു വ്യക്തിയുടെ ജനനം മുതൽ ഓരോ ഘട്ടത്തിലുള്ള വളർച്ചയുടെ സ്വഭാവം, പെരുമാറ്റ രീതികൾ എന്നിവ ഉൾക്കൊള്ളുന്നു. അടുത്തത് പരിസര മനഃശാസ്ത്രം. പരിസരം എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്, സ്കൂള്, സമൂഹം അല്ലേ? പരിസര മനഃശാസ്ത്രം വീട്, സ്കൂൾ, സമൂഹം, കാലാവസ്ഥ, ജീവജാലങ്ങൾ, പ്രകൃതി ചൂഷണം, പ്രകൃതി ദുരന്തങ്ങൾ തുടങ്ങിയവ മനുഷ്യ വ്യവഹാരത്തിൽ ചെലുത്തുന്ന സ്വാധീനം തിരിച്ചറിയാനും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതിനും സഹായകമായ മനഃശാസ്ത്ര ശാഖ. പരിസര മനഃശാസ്ത്രം എന്താണ്? വീട്, പരിസരം എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ തുടങ്ങുക വീട്, സ്കൂൾ, സമൂഹം അല്ലേ? അങ്ങനെ പഠിച്ചു വയ്ക്കുക. കാലാവസ്ഥ, ജീവജാലങ്ങൾ, പ്രകൃതി ചൂഷണം, പ്രകൃതി ദുരന്തങ്ങൾ തുടങ്ങിയവ മനുഷ്യ വ്യവഹാരത്തിൽ ചെലുത്തുന്ന സ്വാധീനം തിരിച്ചറിയാനും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതിനും സഹായകമായ മനഃശാസ്ത്ര ശാഖയാണ് ഏത്? പരിസര മനഃശാസ്ത്രം. അടുത്തത് പരീക്ഷണ മനഃശാസ്ത്രം. അതായത് മനഃശാസ്ത്ര പരീക്ഷണശാലകളിൽ നടന്നു വരുന്ന പരീക്ഷണ പഠനങ്ങളുടെ ഫലപ്രാപ്തിക്കായി അവയുടെ സാധ്യതകൾ, പരിമിതികൾ, മുൻകരുതലുകൾ തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. എന്താണ്? മനഃശാസ്ത്ര പരീക്ഷണശാലകളിൽ നടന്നു വരുന്ന പരീക്ഷണ പഠനങ്ങളുടെ ഫലപ്രാപ്തിക്ക് വേണ്ടിയിട്ട് അവയുടെ സാധ്യതകളും പരിമിതികളും മുൻകരുതലുകളും എല്ലാം ഈ ശാസ്ത്രത്തിൽ ചർച്ച ചെയ്യുന്നു. പരീക്ഷണ മനഃശാസ്ത്രം. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേവല മനഃശാസ്ത്രത്തിലെ ഭാഗങ്ങളാണ് കേട്ടോ. ഉൾപ്പെടുന്ന വിവിധ തരം മനഃശാസ്ത്രമാണ്. അടുത്തത് പാരാസൈക്കോളജി. പാരാസൈക്കോളജി ശാസ്ത്രീയ വീക്ഷണത്തിന് അതീതമെന്നോ വിപരീതമെന്നോ തോന്നിപ്പിക്കുന്ന പ്രതിഭാസങ്ങളെക്കുറിച്ച് പഠനം നടത്തുന്നു. ശാസ്ത്രീയ വീക്ഷണത്തിന് അതീതമെന്നോ വിപരീതമെന്നോ തോന്നിപ്പിക്കുന്ന പ്രതിഭാസങ്ങളെക്കുറിച്ച് പഠനം നടത്തുന്നു. അതായത് ടെലിപ്പതി അല്ലെങ്കിൽ കൺകെട്ട് വിദ്യ എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ? അല്ലെങ്കിൽ മരണാനന്തര ജീവിതം, ഭാവികാല ജ്ഞാനം. ടെലിപ്പതിയുടെ മലയാളം ഇന്ദ്രിയാതീത വിദ്യ എന്ന് പറയും കേട്ടോ. ഇന്ദ്രിയാതീത വിദ്യ, കൺകെട്ട് വിദ്യ, മരണാനന്തര ജീവിതം, ഭാവികാല ജ്ഞാനം അല്ലേ? ഇങ്ങനെയുള്ളവ ശാസ്ത്രീയ വീക്ഷണത്തിന് അതീതമെന്നോ വിപരീതമെന്നോ തോന്നിപ്പിക്കുന്ന പ്രതിഭാസങ്ങൾ അല്ലേ? ഇതിനെയൊക്കെ കുറിച്ച് പഠനം നടത്തുന്നു. ഇപ്പൊ പറഞ്ഞ കുറച്ച് എക്സാമ്പിൾ ഉണ്ടല്ലോ. ഏതൊക്കെയാണ്? ഇന്ദ്രിയാതീത വിദ്യ, ടെലിപ്പതി എന്ന് പറയും. കൺകെട്ട് വിദ്യ, മെർമറൈസ് എന്ന് പറയും. മരണാനന്തര ജീവിതം, സർവൈവൽ ആഫ്റ്റർ ഡെത്ത്. ഭാവികാല ജ്ഞാനം, പ്രീ കോഗ്നിഷൻ. അപ്പോൾ ഈ പ്രതിഭാസങ്ങളെ കുറിച്ച് പഠനം നടത്തുന്ന ഒരു മേഖലയാണ് പാരാസൈക്കോളജി. ഇനി അടുത്തത് ആജീവനാന്ത വികാസ മനഃശാസ്ത്രം. ഒരു വ്യക്തിയുടെ ആജീവനാന്തം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ? ജനനം മുതൽ മരണം വരെ സംഭവിക്കുന്ന
ശാരീരിക, മാനസിക, വൈകാരിക, സാമൂഹിക വികാസങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. ഒരു വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെ സംഭവിക്കുന്ന ശാരീരിക, മാനസിക, വൈകാരിക, സാമൂഹിക വികാസങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. ആജീവനാന്ത വികാസ മനഃശാസ്ത്രമാണ് ഇപ്പോൾ പറഞ്ഞത്. ഒരു ഭാഗം കൂടി ഉണ്ട് ഇതിൽ, ഒരു മനഃശാസ്ത്രം കൂടി പറയാനുണ്ട്. നാഡീ മനഃശാസ്ത്രം, ന്യൂറോ സൈക്കോളജി. ഒന്നുമില്ല, നാഡീ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന, അതായത് ഓർമ്മ, മറവി, ചിന്ത, സംവേദനം, പ്രത്യക്ഷണം തുടങ്ങിയ മാനസിക പ്രക്രിയകളെ കുറിച്ച് പഠിക്കുന്ന ശാഖ നാഡീ മനഃശാസ്ത്രം. നാഡീ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഓർമ്മ, മറവി, ചിന്ത, സംവേദനം, പ്രത്യക്ഷണം തുടങ്ങിയ മാനസിക പ്രക്രിയകളെ കുറിച്ച് പഠിക്കുന്ന ശാഖയാണ് ഏത്? നാഡീ മനഃശാസ്ത്രം. അപ്പൊ ഇത്രയാണ് കേവല മനഃശാസ്ത്രത്തിൽ ഉൾപ്പെടുന്ന മേഖലകൾ. അടുത്തത് പ്രയുക്ത മനഃശാസ്ത്രം. അതിൽ 7 ഭാഗങ്ങളുണ്ട്. 7 മനഃശാസ്ത്രത്തെ കുറിച്ച് പഠിക്കാനുണ്ടായിരുന്നു. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഒന്നാമത്തെ പ്രയുക്ത മനഃശാസ്ത്രം പറയുമ്പോൾ അപ്ലൈഡ് സൈക്കോളജി കേട്ടോ. വിദ്യാഭ്യാസ മനഃശാസ്ത്രമാണ് ഒന്നാമത്തെ. അതായത് ഒന്നുമില്ല, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളെയും സമഗ്രമായി പഠിക്കുന്ന ശാസ്ത്രശാഖ. അപ്പം അത് പഠിതാവ്, പഠനം, പഠന പ്രക്രിയകൾ, പഠനാന്തരീക്ഷം, പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, മൂല്യനിർണ്ണയം, ഇതൊക്കെ ഈ ഒരു മേഖലയിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ. വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളെയും സമഗ്രമായി പഠിക്കുന്ന ശാസ്ത്രശാഖ. ഏതൊക്കെ മേഖലയാണെന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞത്. പഠനം, പഠിതാവ്, പഠന പ്രക്രിയ, പഠനാന്തരീക്ഷം, പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, മൂല്യനിർണ്ണയം. അടുത്തത് വ്യവസായ മനഃശാസ്ത്രം. അതായത് തൊഴിൽ രംഗത്തുണ്ടാകുന്ന മാനസിക സംഘർഷങ്ങൾ, അലസത എന്നിവയൊക്കെ ശാസ്ത്രീയമായി പഠിച്ച് പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നു. എളുപ്പമാണ്, ബുദ്ധിമുട്ടൊന്നുമില്ല. വ്യവസായ മനഃശാസ്ത്രം എന്താണ്? തൊഴിൽ രംഗത്തുണ്ടാകുന്ന തൊഴിലാളികളുടെ ഈ മാനസിക സംഘർഷങ്ങളും അലസതയൊക്കെ ഉണ്ടാവുമല്ലോ, അത് ശാസ്ത്രീയമായി പഠിച്ച് പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുന്ന മനഃശാസ്ത്രം. അതാണ് വ്യവസായ മനഃശാസ്ത്രം. അടുത്തത് സൈനിക മനഃശാസ്ത്രം, മിലിറ്ററി മനഃശാസ്ത്രം അല്ലേ, മിലിറ്ററി സൈക്കോളജി. അതായത് ഈ രംഗത്ത്, ഈ ഒരു മിലിറ്ററി രംഗത്ത് നേരിടേണ്ടി വരുന്ന സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടാവില്ല, മാനസിക സമ്മർദ്ദങ്ങൾ, അതുപോലെ അതിജീവന തന്ത്രങ്ങൾ എന്നിവയൊക്കെയാണ് ഈ ഒരു മേഖലയിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. സൈനിക മനഃശാസ്ത്രം ഈ രംഗത്ത് നേരിടേണ്ടി വരുന്ന മാനസിക സമ്മർദ്ദങ്ങളും അതിജീവന തന്ത്രങ്ങളൊക്കെയാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. അടുത്തത് നൈദാനിക മനഃശാസ്ത്രം, ക്ലിനിക്കൽ സൈക്കോളജി, ചികിത്സ മനഃശാസ്ത്രം എന്നൊക്കെ ഓർത്ത് വയ്ക്കുക. നൈദാനിക മനഃശാസ്ത്രം ഒക്കെ ഒന്ന് തന്നെയാണ്. ഒന്നുമില്ല, മാനസിക പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാനും പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനും. എന്താണ് നൈദാനിക മനഃശാസ്ത്രം? മാനസിക പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കുന്നതിനും പരിഹാര നിർദ്ദേശങ്ങൾ കണ്ടെത്തുന്നതിനും. അതാണ് എന്ത്? ക്ലിനിക്കൽ സൈക്കോളജി. അടുത്തത് ക്രിമിനൽ മനഃശാസ്ത്രം, ക്രിമിനൽ സൈക്കോളജി. അതായത് ഈ കുറ്റകൃത്യ പ്രവണതയുള്ളവര്, സാമൂഹ്യ വിരുദ്ധരൊക്കെ ഉണ്ടല്ലോ, അവരെന്തുകൊണ്ട് അങ്ങനെ ആയി, അവര് അങ്ങനെ ആകാനുള്ള മാനസികമായ കാരണങ്ങൾ, അപ്പോൾ അവരുടെ ചികിത്സാ സാധ്യതകൾ എന്നിവ ഉൾപ്പെട്ട ഒരു മേഖലയാണ്. എന്നിവയെക്കുറിച്ച് പഠനം നടത്തുന്ന ഒരു മേഖലയാണ് ഈ ക്രിമിനൽ മനഃശാസ്ത്രം എന്നൊക്കെ പറയുന്നത്. സാമൂഹ്യ വിരുദ്ധരും കുറ്റകൃത്യ പ്രവണതയുള്ളവനും ആകുന്നതിൻ്റെ മാനസികമായ കാരണങ്ങൾ, അതുപോലെ അവരുടെ ചികിത്സാ സാധ്യതകൾ എന്നിവയൊക്കെ ഉൾപ്പെടുന്ന ഒരു മനഃശാസ്ത്ര മേഖലയാണ് ക്രിമിനൽ മനഃശാസ്ത്രം. അടുത്തത് നിയമ മനഃശാസ്ത്രം. നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ വ്യക്തികൾക്ക് ആവശ്യമായ സഹായം നൽകുന്നു. എളുപ്പമാണ് അല്ലേ? നിയമ മനഃശാസ്ത്രം എന്തിനാണ്? നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ വ്യക്തികൾക്ക് ആവശ്യമായ സഹായം നൽകുന്ന ശാഖ. അതാണ് എന്ത്? നിയമ മനഃശാസ്ത്രം. ലാസ്റ്റ് വൺ കായിക മനഃശാസ്ത്രം. കായിക താരങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ ഉണ്ടാവുമല്ലോ, മാനസിക സമ്മർദ്ദങ്ങളും ഉണ്ടാവും അല്ലേ, എന്നിവ ലഘൂകരിച്ച് അവരിൽ ആത്മവിശ്വാസം വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന ശാസ്ത്രശാഖ. അതാണ് കായിക മനഃശാസ്ത്രം. കായിക താരങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ, മാനസിക സമ്മർദ്ദങ്ങൾ എന്നിവ കുറയ്ക്കുക, ലഘൂകരിക്കുക, എന്നിട്ട് എന്ത്? ആത്മവിശ്വാസം വളർത്തിയെടുക്കുക അല്ലേ. അതിനു വേണ്ടിയിട്ടാണ് എന്ത്? കായിക മനഃശാസ്ത്രം. അപ്പോൾ
ഇത്രയാണ് മനഃശാസ്ത്ര ശാഖയെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് ഞാൻ റിപ്പീറ്റ് ചെയ്യാം. കേവലം മനഃശാസ്ത്രത്തിൻ്റെ പേരുകൾ ഒന്നുകൂടി ഒന്ന് വായിക്കാം, ഓർത്ത് വയ്ക്കാം. കേവലം മനഃശാസ്ത്രത്തിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് വരുന്നത് നോക്കൂ. ഒന്നാമത്തെ സാമൂഹ്യ മനഃശാസ്ത്രം, രണ്ടാമത്തെ സാമാന്യ മനഃശാസ്ത്രം, മൂന്നാമത്തെ അപസാമാന്യ മനഃശാസ്ത്രം, നാലാമത്തെ ശിശു മനഃശാസ്ത്രം, അഞ്ചാമത്തെ ശാരീരിക മനഃശാസ്ത്രം, ആറാമത്തെ താരതമ്യ മനഃശാസ്ത്രം, ഏഴാമത്തെ പാരമ്പര്യ മനഃശാസ്ത്രം, എട്ടാമത്തെ പരിസര മനഃശാസ്ത്രം, 9 പരീക്ഷണ മനഃശാസ്ത്രം, 10 പാരാസൈക്കോളജി, 11 ആജീവനാന്ത വികസന മനഃശാസ്ത്രം, 12 നാഡി മനഃശാസ്ത്രം. ഇനി പ്രയുക്ത മനഃശാസ്ത്രത്തിൽ വരുന്നത് 7 മനഃശാസ്ത്രമുണ്ട്. ഒന്നാമത്തെ വിദ്യാഭ്യാസ മനഃശാസ്ത്രം, രണ്ടാമത്തെ വ്യവസായ മനഃശാസ്ത്രം, മൂന്നാമത്തെ സൈനിക മനഃശാസ്ത്രം, നാലാമത്തെ നൈദാനിക മനഃശാസ്ത്രം ക്ലിനിക്കൽ ട്ടോ, അഞ്ചാമത്തെ ക്രിമിനൽ മനഃശാസ്ത്രം, ആറാമത്തെ നിയമ മനഃശാസ്ത്രം, ഏഴാമത്തെ കായിക മനഃശാസ്ത്രം. അപ്പോൾ ക്വസ്റ്റ്യൻ വരുന്ന രീതി ഞാൻ നേരത്തെ വായിച്ചതാണ്. എല്ലാവരും നന്നായി പഠിക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.